സോറി, നിനക്ക് ഇരയെ വേണമെന്നുണ്ടെങ്കിൽ കാട്ടിലേക്ക് പൊക്കോളൂ. ഇത് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. ലഡു സിംഗ് സാറേ, ഈ ചെന്നായെ പിടിച്ച് എത്രയും പെട്ടെന്ന് ദൂരെയുള്ള കാട്ടിലേക്ക് കൊണ്ടുപോയി കളയണം. ശിവ, യു ഡോണ്ട് വറി. മൃഗങ്ങളെ പിടിക്കാൻ എനിക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മിടുക്കനാണ്. നീ എന്റെ ഐഡിയ കേട്ടോ? ഐഡിയ കുഴപ്പമില്ല, പക്ഷെ അപകടം പിടിച്ചതാണ്. ഞാൻ വളരെ ദൂരെ നിന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോളാം. മോനെ ശിവ, വൈകുന്നേരമായ ഈ ജനലുകളും വാതിലൊക്കെ അടച്ചിട്ടേക്കണം. ചെന്നായകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അവ എപ്പോഴാ വീട്ടിലേക്ക് കേറണേന്ന് അറിയില്ല മോനെ. ഗുഡ് നൈറ്റ്. ഈ സ്ഥലത്ത് വെച്ച് വേണം നമുക്ക് ആ ചെന്നായെ ട്രാപ്പ് ചെയ്യാൻ. ഓക്കേ, ഈ ആടിന്റെ മുഖംമൂടി നീ ഇപ്പൊ ഇട്ടോ. ആ മൃഗം ശിവയുടെ ഡോഗിനെ പിടിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നിരിക്കും. ഞാൻ ഈ മരത്തിന്റെ മുകളിൽ കയറി കൂടെ നോക്കിയിരുന്നോളാം. കേട്ടല്ലോ? നീ ആടിന്റെ വേഷം മാറി മേ എന്ന് ഒച്ച വെക്ക്. അത് കേട്ട് ആ മൃഗം നിന്നെ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ മരത്തിന്റെ മുകളിൽ നിന്ന് അതിന്റെ മീതെ ഈ കൂടിട്ടോളാം. കൊള്ളാമോ? എങ്ങനെയുണ്ട് പ്ലാൻ? എന്റെ ഫുൾ പ്രൂഫ് പ്ലാൻ നിനക്ക് ഇഷ്ടായോ? എന്നെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാറിന്റെ ഈ ഫുൾ പ്രൂഫ് പ്ലാൻ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടായി. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, എനിക്ക് ഈ ആടിനെ പോലെ മേന്ന് ഒച്ച വെക്കാൻ അറിയില്ല. സാറിനത് അറിയാലോ സാർ. എടാ റാം, നീ ശരിക്കും വിവരമില്ലാത്തവനാണ്. എന്നാ കേട്ടോ, കലക്കി സാർ, കൊള്ളാം. സാർ ഈ ടാലന്റ് ഇത്രയും നാൾ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നേ? ശരിക്കും ഒരു ആട്ടുകുട്ടിയുടെ ശബ്ദം കേട്ടതുപോലെ തന്നെ ഉണ്ട്. സാർ ഇതിനു മുമ്പ് ആക്ടിങ് ചെയ്തിരുന്നോ സാറേ? ആക്ടിങ്? എടോ, ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്റെ അഭിനയം എല്ലാരും കണ്ടിട്ട് പറയും. നമ്മുടെ വീട്ടിൽ നിന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ പോയി നോക്കിയാലും ഇതുപോലത്തെ ഒരു ആക്ടറെ കാണാൻ കഴിയില്ലാന്ന്. അത്രയ്ക്ക് ഇഷ്ടാണ് എന്നെ. മനസ്സിലായോ? കൊള്ളാം സാറേ. എന്നാ പിന്നെ ഇന്നത്തെ മെയിൻ റോള് സാറ് തന്നെ അങ്ങ് ചെയ്താ പോരെ? ആട്ടുകുട്ടിയുടെ റോള് സാറിനെ പോലെ ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇത് പിടിച്ചോണോ സാറേ? സാർ ആ മൃഗത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ മുഖം ടിവിയിൽ വരും, നാട് മുഴുവനും പാട്ടാവും. സാറിന്റെ അഭിനയത്തിന് ഒരുപാട് ആരാധകരുണ്ടാവും. ശരിയല്ലേ സാറേ? ഞാനൊരു പട്ടാളക്കാരനെ പോലെ മരത്തിന്റെ മുകളിൽ ഇരുന്നോളാം. ചെന്നായ വന്നതും ആ കൂടിട്ടിട്ട് അതിനെ പിടിച്ചോളാം. ഓക്കേ? പേടാറാം, നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ വേഷട്ടോളാം. ലഡു സിംഗ് സർ, അഥവാ ചെന്നായ വേറെ വഴിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ശിവ, ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചു പോലില്ല. ഞാൻ വെറും കാട്ടിലേക്കുള്ള വഴിയെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ. വേണ്ട, ഈ പ്ലാൻ ക്യാൻസൽഡ്. സാറേ, ഈ പ്ലാൻ അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ദാ ഈ ചെന്നായ സാറിന്റെ പുറകെ തന്നെ വന്ന് നിൽപ്പുണ്ട്. എന്തൊരു ഉത്സാഹം! ഇതുപോലത്തെ ലഡു സിംഗിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഈ ഭാഗത്തേക്ക് വാ.
ലഡു സിംഗ് സാറേ, ഇനി ആ ചെന്നായ എന്നെ വിടുന്നു തോന്നുന്നില്ല. കാരണം അതിന്റെ ഇരയെ ഞാൻ രക്ഷിച്ചല്ലോ. എന്നോട് വൈരാഗ്യം തീർക്കാൻ നോക്കും, അത് വീണ്ടും വരും. എന്തൊരു നാണം കെട്ട ജന്തുവാ, വിളിക്കാതെ തന്നെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നു. അതിനെ വരാൻ അനുവദിക്കരുത്. അതെന്തായാലും വരട്ടെ. ഈ പ്രാവശ്യം വേദനഗരത്തിൽ ഒരു എക്സിബിഷൻ നടക്കുന്നില്ലേ, അവിടെ വെച്ച് അതിനെ ട്രാപ്പ് ചെയ്യാം. സിറ്റിയിലുള്ള എക്സിബിഷനിലോ? അതെ, എന്റെ പ്ലാൻ നിങ്ങൾ കേൾക്കൂ. രേവ, ആ ചെന്നായ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ തന്നെയുണ്ട്. നീ ഭയങ്കര സൂത്രകാരനാണ്. രവ, ഇപ്പൊ ഈ ചെന്നായ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കൂടെ അതിന്റെ കൂട്ടങ്ങളെയും കൂടിയിട്ടുണ്ട്. എന്താ കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ വന്ന് ശല്യം ചെയ്യുന്നത്? അത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നായ്ക്കുട്ടിയായിരുന്നു. അതിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ഐ തിങ്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. Come on then. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച സ്ഥലം വരെ നിങ്ങൾ വന്നേ പറ്റൂ. ശിവ, എങ്ങനെയുണ്ട്? കുടുങ്ങിയില്ലേ? വലിയ കാര്യത്തിൽ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ വന്നിരിക്കാണ്. ഹൈ, ഇനി അവിടെ തന്നെ ഇരുന്ന് മൂങ്ങിക്കൊണ്ടിരുന്നോ? ഞാനും നിങ്ങളുമായി ഏറ്റുമുട്ടിയിരുന്നു എങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവാ? പിടിക്കേ, രക്ഷിക്കണേ, കടിക്കലേ, കടിക്കലേ, വിട്, എന്നെ വിടാൻ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പാന്റ് കടിച്ചെടുത്തു അല്ലേ? ഞാൻ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ലഡു സിംഗ് സർ, നിങ്ങളാണ് ചെന്നായികളെ പിടിച്ചത്. ഞാൻ ഇവിറ്റങ്ങളൊക്കെ എങ്ങനെ പിടിച്ചത് ശിവ? നീയല്ലേ ഇവിറ്റങ്ങളെ പിടിച്ചത്? താങ്ക് യു ശിവ. പക്ഷെ ഞാനെങ്ങാനും ടിവിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇവിറ്റങ്ങളെ പിടിച്ചത് ഞാനാണെന്ന് പറഞ്ഞ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ.